പ്രിയരേ, ദൈവത്തിൻ്റെ കരുണയും കൃപയും നമ്മളിലേക്ക് ഒഴുകിയെത്തുന്ന പുലർകാല വിചിന്തനം. ഇന്നത്തെ ഈ പ്രഭാതത്തിൽ ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് ഹൃദയം തുറന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും ഈ പ്രഭാതത്തിൽ നമ്മളെ വഴി നടത്തണമേ എന്ന് ഈശോയോട് യാചിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രഭാത തിരുവചനം നമുക്ക് ശ്രവിക്കാം. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അരികിലേക്ക് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടൊരു സ്ത്രീയുമായി കുറേയേറെ ആളുകൾ അവൻ്റെ അരികിലേക്ക് വന്നു. അവർക്ക് ക്രിസ്തുവിൻ്റെ വായിൽ നിന്നൊരു വിധിവാചകം കേൾക്കണം. ആ വിധിവാചകത്തിൻ്റെ പിന്നാലെ ഈ പെൺകുട്ടിയെ തെരുവിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ചിതറിക്കിടക്കുന്ന കരിങ്കൽ കഷ്ണങ്ങൾ എടുത്ത് അവളെ എറിഞ്ഞു കൊല്ലണം. അതിനാർപ്പുവിളികളുമായിട്ട് ഈ പെൺകുട്ടിയെ മുൻപേ നടത്തിയവർ വരികയാണ്. ഒരു പക്ഷേ ചിതറിക്കിടക്കുന്ന കരിങ്കൽ കഷ്ണങ്ങൾ കൊണ്ടുള്ള ഏറിനേക്കാൾ ഭയാനകമായിരുന്നു ആർത്തു വിളിച്ചുകൊണ്ട് വരുന്ന ജനക്കൂട്ടത്തിൻ്റെ നാവിൽ നിന്ന് വരുന്ന വാക്കുകളുടെ മുറിവ്. ആ സ്ത്രീ ശിരസ് പോലും ഉയർത്താൻ കഴിയാതെ നമ്രശിരസ്കയായി ക്രിസ്തുവിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ക്രിസ്തുവും അവളെ നോക്കിയില്ല. പക്ഷെ ക്രിസ്തു അവിടെ നിന്നുകൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, പാപം ചെയ്യാത്തവർ അവളെ കല്ലെറിയട്ടെ. പതുക്കെ പതുക്കെ ഓരോരുത്തരായി പിൻവാങ്ങി. ക്രിസ്തുവും അവളും മാത്രം. ക്രിസ്തു ശിരസ് ഉയർത്തി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ദയാപൂർവ്വം തൻ്റെ മുഖത്തേക്ക് നോക്കുന്ന ചെറുപ്പക്കാരൻ്റെ കണ്ണുകളിലേക്ക് ഈറനണിഞ്ഞ കണ്ണുകൾ കൊണ്ട് നോക്കിയിട്ട് ആ സ്ത്രീ ഒന്നും മിണ്ടാതെ നിന്നു. എന്നിട്ട് ക്രിസ്തു അവളോട് പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, നീ പൊയ്ക്കൊള്ളുക സമാധാനത്തോടെ. പക്ഷെ മോളെ, മേലാൽ പാപം ചെയ്യരുതേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കരിങ്കല്ലിൻ്റെ ഏറുകൊണ്ട് പിടഞ്ഞു തീരേണ്ട ഒരു ജീവിതം ആ നിമിഷം ക്രിസ്തുവിൻ്റെ കാൽപാദങ്ങളിലേക്ക് വീണു. വാക്കുകൾ കൊണ്ട് മുറിപ്പെട്ട വ്രണപ്പെട്ട ആ സ്ത്രീ, അപമാനിതയായ സ്ത്രീ ക്രിസ്തുവിൻ്റെ കാൽപാദങ്ങളിലേക്ക് വീണു. ഒരൊറ്റ വാക്ക്, ആ വാക്കുകൊണ്ട് മുഴുവൻ മുറിവുകളും ഒരു നിമിഷാർത്ഥത്തിൽ സൗഖ്യപ്പെടുകയുണ്ടായി. ക്രിസ്തുവിൻ്റെ ആ വാക്ക് ആ സ്ത്രീയുടെ ജീവിതത്തെ സൗഖ്യപ്പെടുത്തി. അതുവരെയുള്ള പാപം മുഴുവൻ കഴുകിക്കളഞ്ഞു. അതുവരെ അവൾ ഏറ്റ വ്രണങ്ങൾ മുഴുവൻ ഒരു നിമിഷം കൊണ്ട് സൗഖ്യപ്പെട്ടുപോയി. പിന്നീട് അവൾ പുതിയ മനുഷ്യനായി മാറുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ജീവിതത്തിൽ മനുഷ്യനെ വാക്കുകൾ കൊണ്ട് കൊല്ലാം, മനുഷ്യനെ വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് ജീവിപ്പിക്കാം. നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ഒരാളുടെ ആത്മാവിനെ നവീകരിക്കുകയും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിറയ്ക്കുകയും ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിന് അനുരൂപരായ മനുഷ്യരാണ്. എന്നാൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് നിരന്തരമായി മനുഷ്യൻ്റെ ഹൃദയങ്ങളെ പോറുകയും മനുഷ്യനെ മുറിപ്പെടുത്തുകയും മൂർച്ചയുള്ള വാക്കുകൾ ഉപയോഗിച്ച് ഒരാളുടെ ഹൃദയത്തെ ശിഥിലമാക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് നിങ്ങളുടെ ഉള്ളിലുള്ളതെങ്കിൽ നിങ്ങൾ ദൈവത്തിന് അനുരൂപരായ മനുഷ്യരായിരിക്കില്ല. ക്രിസ്തു മറ്റൊന്നും ആ സ്ത്രീയോട് പറഞ്ഞില്ല, മേലാൽ നീ പാപം ചെയ്യരുത് കേട്ടോ. അവൾ ക്രിസ്തുവിൽ പുതിയ മനുഷ്യത്തിയായി രൂപപ്പെടുകയായിരുന്നു. പിന്നീട് അവൾ പാപത്തിന് പോയില്ല. ക്രിസ്തുവിൻ്റെ പാദാന്തികത്തിൽ അവനോടുള്ള സ്നേഹത്തെ പ്രതി അന്ത്യം വരെ അവൾ നിലകൊണ്ടു. മഗ്ദലക്കാരി മേരി എന്ന് പറയുന്ന ഒരു വേശ്യാസ്ത്രീക്ക് ദൈവത്തിൻ്റെ കരുണയുള്ള വിശുദ്ധ എന്ന് പറയുന്നൊരു പേരിലേക്ക് രൂപാന്തരപ്പെടാൻ പറ്റിയത് ക്രിസ്തുവിൻ്റെ കരുണയുള്ള വാക്കുകൾ കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് ഒരാളുടെയും കണ്ണുനീര് ഈ മണ്ണിൽ വീഴാൻ നിങ്ങൾ അനുവദിക്കരുത്. ദൈവം അത് പൊറുക്കുകയില്ല. കണ്ണടച്ചെന്ന് പ്രാർത്ഥിച്ച്, ഈശോയെ, എൻ്റെ വാക്കുകൾക്ക് ജീവൻ നൽകാനുള്ള കഴിവുണ്ടാകണമേ. കരുണയും കൃപയും ഈ പ്രഭാതത്തിൽ എൻ്റെ മേൽ അവിടുന്ന് എപ്പോഴും വർഷിച്ചു കൊണ്ടിരിക്കണമേ. എന്നെ വഴി നടത്തി അനുഗ്രഹിക്കണമേ. ആമേൻ.